ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക് ആൻഡ് എനർജിയുടെ പാർട്ട് 3 വീഡിയോ ആണിത്. 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ലാസ്റ്റ് കൊടുക്കാം, താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാം. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് വർക്ക്? എനർജിയും വർക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്ന് ആദ്യം എനർജി എന്താണെന്ന് അറിയണം, അത് കഴിഞ്ഞിട്ട് വർക്ക് എന്താണെന്ന് അറിയണം അല്ലേ, എന്നിട്ട് വേണം അവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്ന് അറിയാൻ. അപ്പോൾ നമുക്ക് ആദ്യം എനർജി എന്താണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് എനർജി ഫോംസ് വന്നിട്ടുണ്ട്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി. ഇനി ഏതൊക്കെ എനർജീസ് ഇതിലേക്ക് ആഡ് ചെയ്യാം? ലൈറ്റ് എനർജി, സോളാർ എനർജി, കെമിക്കൽ എനർജി, സൗണ്ട് എനർജി എക്സെട്ര. ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്, അതായത് ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്ന് പറയുന്നത്. ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി എക്സ്പ്രസ്ഡ്? ഏത് യൂണിറ്റിലാണ് എനർജി എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. ഇറ്റ് ഈസ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു വർക്ക് വെൻ വി ഡു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. സോ ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി. എനർജി തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? വർക്കായിട്ട് മാറുന്നത്. അതുകൊണ്ട് വർക്കിൻ്റെ യൂണിറ്റ് തന്നെയാണ് എനർജിയുടെയും യൂണിറ്റ്. അതായത് ദ SI യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ. അപ്പോൾ എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി ഇൻ ഫുഡ് വി ഓൾസോ യൂസ് ദ യൂണിറ്റ് ഓഫ് കിലോ കലോറി. അതായത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ എനർജിയുടെ യൂണിറ്റ് നമ്മൾ സൂചിപ്പിക്കുന്നത് കിലോ കലോറി എന്നൊക്കെ പറയുന്ന യൂണിറ്റിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജൂളും കലോറിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ജൂൾ ആൻഡ് കലോറി? അതായത് ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. 1 കലോറി ഈസ് ഈക്വൽ ടു 4200 ജൂൾ. അതായത് 1000 കലോറിയാണ് 1 കിലോ കലോറി എന്ന് പറയുന്നത്. ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 1 കിലോ കലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.2 ഇൻറ്റു 1000 എഴുതണം. അതായത് നമ്മൾ പോയിൻ്റ് സ്ഥാനം മാറ്റി വെച്ചിട്ട് 42 ഇവിടെ 3 0 ആഡ് ചെയ്യുക അതിലേക്ക്. എന്നിട്ട് ആൻസറിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം നീക്കി പോയിൻ്റ് ഇടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4200 ആയിരിക്കും യൂണിറ്റ് ജൂള്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്, അതൊന്ന് നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി കണ്ടെയ്ൻഡ് ഇൻ എ റൈപ്പ് മാംഗോ ഈസ് അപ്രോക്സിമേറ്റ്ലി 840 kg. എക്സ്പ്രസ് ദിസ് എനർജി ഇൻ കലോറി. ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പാകമായ ഒരു മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന എനർജിയുടെ അളവ് എന്ന് പറയുന്നത് 840 കിലോ ജൂളാണ്. എങ്കിൽ ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊന്ന് ചെയ്തു നോക്കാം. തന്നിരിക്കുന്ന എനർജി 840 കിലോ ജൂളാണ്. അതായത് 840 ഇൻറ്റു 1000 ജൂളാണ് തന്നിരിക്കുന്നത്. അതായത് 840 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 4.2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ലക്ഷം കാലറി. അതായത് 840 കിലോ ജൂൾ എന്ന് പറയുന്നത് 2 ലക്ഷം കാലറിക്ക് തുല്യമായിരിക്കും. ഇനി ഈ ഒരു വാല്യൂ കിലോ കാലറിയിലാണ് പറയണമെന്നുണ്ടെങ്കിൽ 200 കിലോ കാലറി എന്ന് കൊടുക്കാം. കെ എന്ന് പറയുന്നത് 1000 തുല്യമാണ്, അതുകൊണ്ടാണ് അവിടെ കെ ഇട്ടേക്കുന്നത് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നെക്സ്റ്റ് നോക്കാം, മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് ദ എനർജി ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ ബൈ വെർച്യൂ ഓഫ് ദർ മോഷൻ, പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. വസ്തുക്കൾക്ക് അവയുടെ ചലനം മൂലം അല്ലെങ്കിൽ സ്ഥാനം മൂലം, ആകൃതി മൂലമൊക്കെ ഊർജ്ജം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മെക്കാനിക്കൽ എനർജി എന്ന്. അപ്പോൾ അത് 2 തരത്തിലാണുള്ളത്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയും ഒന്ന് കൈനറ്റിക് എനർജിയും. അപ്പോൾ അതിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ ഒരു ടോയ് കാർ തന്നിട്ടുണ്ട്, ഒരു അമ്പും വില്ലും തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് രണ്ടും റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. വേർ ഡസ് ദ എനർജി ഫോർ ദ ആരോ ടു മൂവ് കം ഫ്രം? ഈ അമ്പിന് മുന്നോട്ട് പോകാനുള്ള എനർജി എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന്. ഈസ് ഇൻ ദ യൂണിക് കോൺഫിഗറേഷൻ കോസ്ഡ് ബൈ ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് ആൻഡ് ദസ് ആർച്ച്ഡ് ബോ ഗിവ് ദ ആരോ ഇറ്റ്സ് എനർജി. അതായത് ആ ഒരു സ്ട്രിങ്ങിൻ്റെ ടെൻഷനും അതുപോലെ തന്നെ അങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ ഒരു വില്ലിൻ്റെ ആ ഒരു കോൺഫിഗറേഷനിൽ നിന്നാണ് ഈ അമ്പിന് മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു വില്ലിലെ ചരടിനെ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അതിലുള്ള അമ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിനെ നമ്മൾ വലിച്ചു പിടിച്ചപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനിൽ വന്ന ആ ഒരു മാറ്റം, ആ ഒരു മാറ്റത്തിൽ നിന്നാണ് അമ്പിന് മുന്നോട്ട് ചലിക്കാനുള്ള ഒരു എനർജി കിട്ടുന്നത്. ഇനി നമുക്ക് അവിടെ ഇരിക്കുന്ന ടോയ് കാറിൻ്റെ കാര്യം ഒന്ന് നോക്കാം. How does the toy car get energy to move? Isn't it due to the position of the car? അതായത് ടോയ് കാറിന് മുന്നോട്ട് ചലിക്കാനുള്ള ഒരു എനർജി കിട്ടിയത് എങ്ങനെയാണ്? അതിൻ്റെ പൊസിഷനിൽ നിന്നാണ്
അതിന് എനർജി കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്നും പറയാം സച്ച് എനർജി ഈസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിക്ക് ഡെഫിനിഷൻ കൊടുക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ഒബ്ജക്റ്റ് ഡ്യൂ ടു ദർ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന എനർജിയെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന്. പൊട്ടൻഷ്യൽ എനർജി 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. അതായത് പൊസിഷൻ മൂലവും കോൺഫിഗറേഷൻ മൂലവും ലഭിക്കുന്ന എനർജിയാണെന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇവിടെ 4 പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ നിന്നും പൊട്ടൻഷ്യൽ എനർജി പൊസിഷനിൽ നിന്നും കോൺഫിഗറേഷനിൽ നിന്നും ലഭിക്കുന്ന അനുസരിച്ചിട്ട് ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഗർ എ നോക്കാം. എനർജി പൊസസ്ഡ് ബൈ എ കോക്കനട്ട് ഓൺ എ കോക്കനട്ട് ട്രീ. അതായത് തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു തേങ്ങ. അതേതിൽ വരും? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷനിൽ വരും. അപ്പോൾ ഞാനത് നീട്ടിപ്പിടിച്ച് എഴുതണില്ല, എ എന്ന് പറഞ്ഞ് കൊടുക്കണുള്ളൂ കേട്ടോ. പിക്ചർ ബി നോക്കാം. എനർജി സ്റ്റോർഡ് ഇൻ എ കംപ്രസ്ഡ് സ്പ്രിങ്. ഇവിടെ ഒരു സ്പ്രിങ്ങിനെ അമർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനിൽ നിന്നാണ് അതിന് എനർജി കിട്ടുന്നത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ബ്ലോക്കിലാണ് ഇത് വരുന്നത്. സി നോക്കാം. എനർജി പൊസസ്ഡ് ബൈ എ വാട്ടർ സ്റ്റോർഡ് ഇൻ എ വാട്ടർ ടാങ്ക്. ഒരു വാട്ടർ ടാങ്കിൽ നിറച്ചു വെച്ചിരിക്കുന്ന ജലം, അതിനെങ്ങനെയായിരിക്കും എനർജി കിട്ടുന്നത്? അതിൻ്റെ പൊസിഷൻ കൊണ്ടാണ് കിട്ടുന്നത് അല്ലേ. നെക്സ്റ്റ് ഫിഗർ എനർജി ഇൻ ദ പോൾ ഡ്യൂ ടു ഇറ്റ്സ് ബെൻഡിങ് ഡ്യൂറിങ് പോൾ വാൾട്ട് ജമ്പ്. അതായത് ഒരു പോൾ വാൾട്ട് ജമ്പ് ചേർന്ന സമയത്ത് അതിൻ്റെ പോളിൽ നിന്നായിരിക്കും, ആ വളഞ്ഞിരിക്കുന്ന പോളിൽ നിന്നായിരിക്കും എന്ത് കിട്ടുന്നത്? അതിൻ്റെ എനർജി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം പൊസിഷനിൽ നിന്നും എനർജി കിട്ടുന്നത് എയും സിയും ആണ്. അതേപോലെ തന്നെ കോൺഫിഗറേഷനിൽ കിട്ടുന്നത് ബിയും ഡിയും ആണ്. നെക്സ്റ്റ് പറയുന്നത് ഒരു വസ്തുക്കൾക്ക് പൊസിഷൻ മൂലം ലഭിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നു ദ വർക്ക് ഡൺ എഗൈൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ദ കോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. വസ്തുക്കൾക്ക് അതിൻ്റെ പൊസിഷൻ മൂലം പൊട്ടൻഷ്യൽ എനർജി ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്കാണ് അതിന് കാരണം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഇരിക്കുന്ന ഒരു ബുക്കിനെ നമ്മൾ മേശമേലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെതിരായിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ബുക്കിന് കിട്ടുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ പുതിയ പൊസിഷൻ കൊണ്ടായിരിക്കും ലഭിക്കുന്നത്. ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിന് അതിൻ്റെ പൊസിഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ അളവ് എന്ന് പറയുന്നത് ആ വസ്തുവിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരെ ചെയ്ത വർക്കിൻ്റെ അളവിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇ.പി. കൊടുക്കുകയാണ്. അത് ഈക്വൽ ടു എന്ത് വരും? mgh. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു mgh. ഒരു വസ്തുവിനടുത്ത് ഉയർത്തുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് mgh ആണ്. അപ്പോൾ ഇവിടെ പൊസിഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയുടെ സഫിക്സിൽ പി എഴുതിയിരിക്കുന്നത്. സഫിക്സ് മീൻസ് അടിയിൽ പി എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഹിയർ എം ഈസ് ദ മാസ് ആൻഡ് എച്ച് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു വസ്തുവിൻ്റെ മാസ് എം ആയിട്ട് എടുത്തേക്കാണ്. അവിടെ എച്ച് എന്ന് പറയുന്നത് ഉയരമാണ്. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് 8 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറയിൽ നിന്നും ഉയർത്തുന്നു എന്ന്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ആ വസ്തു തറയിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് റിലേറ്റഡ് ടു എ റെഫറൻസ് ലെവൽ. റെഫറൻസ് ബോഡി എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ തറയെ അപേക്ഷിച്ചത് റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചലനാവസ്ഥയിലാണ് അല്ലേ. ബസ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതിനെ നമ്മൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിട്ടാണ് വരുന്നത്. By considering the potential energy of a body at a reference level as 0, its potential energy at each position is calculated. ഇതാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെ കേട്ടോ. The ground level is taken as the reference level measuring height. Therefore, the potential energy at ground level is usually assumed as 0. നമ്മളൊരു വസ്തുവിൻ്റെ ഹൈറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ട് ലെവൽ വെച്ചിട്ടാണ് അതിൻ്റെ ഹൈറ്റ് നമ്മൾ അളക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവലിന് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിട്ടാണ് വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ പറയുന്നത് കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ദ ബോഡി ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 8 മീറ്റർ. ഇവിടെ നമുക്ക് ചെയ്യാനുണ്ട് ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് എം ഇസ് ഈക്വൽ ടു 50 കിലോഗ്രാം.
ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി is equal to 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് 10 ആണ് തരുന്നതെങ്കിൽ 10 എഴുതാം, അല്ലെങ്കിൽ 9.8. ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ദ ബോഡി അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എച്ച് is equal to, ഇവിടെ എച്ച് എത്രയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ എനർജി ഇ ബി is equal to എന്ത് വരും, mgh വരും. തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50, ജി എന്ന് പറഞ്ഞാൽ 9.8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 8. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് 3920 ജൂളായിരിക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കൈനറ്റിക് എനർജി. ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ഒന്ന് ചുഴലിക്കാറ്റുണ്ടാകുമ്പോൾ മരങ്ങളൊക്കെ വീഴുന്നുണ്ട്, അതുപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് കെട്ടിടങ്ങളൊക്കെ തകർന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മഴവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്തും കെട്ടിടങ്ങൾക്കൊക്കെ നാശനഷ്ടമൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാറ്റിനായാലും ജലത്തിനായാലും ഒരു വർക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ചലനം മൂലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു എനർജീനെ പറയുന്നതാണ് എന്ത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എൻ ഒബ്ജക്റ്റ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അതായത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം ലഭിക്കുന്ന എനർജിയെ പറയുന്നതാണ് കൈനറ്റിക് എനർജി എന്ന്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് അവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചെരിഞ്ഞൊരു പ്രതലം, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ചിട്ടുണ്ട്, അതിന് താഴെ ഒരു ചതുരക്കട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ നിന്നും ഒരു ടിന്ന്, സിലിണ്ടർ ആകൃതിയിലുള്ളൊരു ടിന്ന് ഉരുട്ടിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചതുരക്കട്ടയിൽ വന്നിരിക്കുമ്പോൾ ആ ചതുരക്കട്ട കുറച്ച് ദൂരം അങ്ങ് നീങ്ങും. അതിനുശേഷം ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ടിന്നിൽ കുറച്ച് മണൽ നിറച്ചതിന് ശേഷം ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിട്ട് ഈ ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ടിന്ന് ഉരുട്ടി വിടുന്ന സമയത്ത് ഈ ചതുരക്കട്ടയിൽ വന്നിടിക്കും. അപ്പോൾ നേരത്തെ ആദ്യം ഇടിച്ചതിനേക്കാളും കുറച്ചും കൂടി ദൂരത്തിലേക്ക് ഈ ഒരു ചതുരക്കട്ട നീങ്ങിപ്പോകും. അതാണ് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. വിൽ ദ റെക്ടാങ്കുലർ ബ്ലോക്ക് മൂവ് ഫർദർ? വാട്ട് കുഡ് ബി ദ റീസൺ? It is because of the increase in mass that the rectangular box moved further. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ടിന്നിൽ മണൽ നിറച്ചപ്പോൾ അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്തു. മാസ് ഇൻക്രീസ് ചെയ്ത സമയത്ത് ആ റെക്ടാങ്കുലർ ബ്ലോക്ക് കൂടുതൽ ദൂരത്തേക്ക് നീങ്ങി. Now you have understood that kinetic energy increase with increase in mass. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു എന്ന്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മാസ്സാണ്. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മാസ് മാത്രമാണോ ഇതിൻ്റെ ഒരു ഫാക്ടർ, അതോ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം എക്സ്പെരിമെൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്പീഡൊന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഹൈറ്റും കൂടി ഒന്ന് കൂട്ടുന്നുണ്ട്. അതിന് ശേഷം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചതുരക്കട്ട റെക്ടാങ്കുലർ ബ്ലോക്ക് കുറച്ചും കൂടി ദൂരത്തേക്ക് നീങ്ങിപ്പോകും. ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഒബ്ജക്റ്റും നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റും ആണ്. നെക്സ്റ്റ് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, W is equal to Fs എന്നറിയാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ F is equal to ma. അപ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് F എന്ന് പറയുന്നത് ma ആണ്. അപ്പോൾ W എന്ന് പറയുന്ന ഇക്വേഷനിൽ Fന് പകരം ma കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ W എന്ന് പറയുന്ന ഇക്വേഷൻ അപ്പോൾ എന്തായി വരും, mas എന്ന് പറയും. From the equation of motion we have v square is equal to u square plus 2as. ഇത് നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ചലിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആയി വരും. അപ്പോൾ v സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ യുവിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നത് 2as ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും as എടുക്കാം. as ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ v സ്ക്വയർ ബൈ 2 വരും. ഇവിടെ ഇക്വേഷനിൽ റൈറ്റ് സൈഡിലുള്ള എസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു എന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ എസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, അത് ഈക്വൽ ടുവിൻ്റെ റൈറ്റിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, ഡിവിഷനായിട്ട് മാറും. അപ്പോൾ as is equal to v square by 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് W is equal to അപ്പോൾ എന്ത് വരും, mas എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ അത് തന്നെയാണ്. ബാക്കി നമുക്ക് asൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, v square by 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഹാഫ് v square എന്ന് പറഞ്ഞ് കിട്ടും. കൈനറ്റിക് എനർജി ഓഫ് ദ ഒബ്ജക്റ്റ് ഈ സഫിക്സ് k കൊടുക്കാം, ദാറ്റ് is equal to half v square. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷൻ എന്താ, mgh ആണ്. ഓക്കെ അല്ലേ.
ഇനി ഇവിടെ കൈനറ്റിക് എനർജിയുടെ യൂണിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇഫ് എം ഈസ് ദ മാസ് ഇൻ കിലോഗ്രാം, മാസ് നമ്മളെപ്പോഴും കിലോഗ്രാമിലാണ് പറയാറ്. അതുപോലെ തന്നെ വി ഈസ് ദ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഇ കെ റെപ്രസെൻറ്റ്സ് ദ കൈനറ്റിക് എനർജി ഇൻ ജൂൾ. അപ്പോൾ ഇവിടെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലും കൈനറ്റിക് എനർജി നമുക്ക് എന്തിൽ പറയാം? ജൂളിൽ പറയാം. ഈ ഡയഗ്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് മെക്കാനിക്കൽ എനർജീനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി എന്നും കൈനറ്റിക് എനർജി എന്നും. പൊട്ടൻഷ്യൽ എനർജി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അതിൻ്റെ പൊസിഷൻ മൂലം ലഭിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി, അതിൻ്റെ ഇക്വേഷൻ വരുന്നത് mgh-ഉം. ഒന്ന് അതിൻ്റെ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന എനർജിയും. ഓക്കെ അല്ലേ? കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആൻസർ ടേബിളിൽ ഏതാണ് തന്നിരിക്കുന്നത്. ആദ്യത്തിൻ്റെ അവർ തന്നിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ മാസ് 10 തന്നിട്ടുണ്ട്, വെലോസിറ്റി 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി 20. അടുത്ത് നമുക്ക് ചെയ്യാം 5ഉം 2ഉം. ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എം തന്നിരിക്കുന്നത് 5ഉം വി തന്നിരിക്കുന്നത് 2ഉം ആണ്. അപ്പോൾ ഇ കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അതായത് ഹാഫ് ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 5, വി എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. അത് 2 × 2 വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ മുകളിലത്തെ 2ഉം താഴത്തെ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 5 × 2 10 ജൂൾ. നെക്സ്റ്റ് എമ്മിൻ്റെ വാല്യൂ 10, വിയുടെ വാല്യൂ 4. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 10, വിക്ക് പകരം 4 × 4. വി സ്ക്വയർ ആയതുകൊണ്ടാണ് 4 × 4. അപ്പോൾ നമുക്ക് 4ൽ 2 2 പ്രാവശ്യം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 10 × 2 × 4 = 80 ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമ്മിൻ്റെ വാല്യൂ 10, വി എന്ന് പറയുന്നത് 1. ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു 10 × 1 × 1, വി സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് 10ൽ 2 5 പ്രാവശ്യം, 5 × 1 × 1 5 ജൂൾ വരും ആൻസർ. ഈ വാല്യൂസ് എല്ലാം ഞാൻ ടേബിളിൽ എഴുതിയിട്ടുണ്ട്. ബിയുടെ 10, സിയുടെ 80, ഡിയുടെ 5. ഇനി താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ ദ ടേബിൾ റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ഇൻ കൈനറ്റിക് എനർജി ഇൻ ദ ഫോളോയിങ് കേസസ്. ടേബിളിൽ തന്നിരിക്കുന്ന വാല്യൂസിനനുസരിച്ച് കൈനറ്റിക് എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ തന്നിരിക്കുന്നു, വെൻ ദ മാസ് ഈസ് ഡബിൾഡ്. മാസ് ഡബിൾ ആകുമ്പോൾ കൈനറ്റിക് എനർജി എങ്ങനെയായിരുന്നു? കൈനറ്റിക് എനർജി ഓൾസോ ഡബിൾസ്. ബി നോക്കാം, വെൻ ദ വെലോസിറ്റി ഈസ് ട്രിപ്പിൾഡ്. ഇനി വെലോസിറ്റിയുടെ വാല്യൂ 3 മടങ്ങാക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും? കൈനറ്റിക് എനർജി ഇൻക്രീസ്ഡ് ബൈ 9 ടൈംസ്. ഇനി സി, വെൻ ദ വെലോസിറ്റി ഈസ് ഹാവ്ഡ്, അതായത് പകുതിയാക്കാണ്. കൈനറ്റിക് എനർജി ഈസ് റെഡ്യൂസ്ഡ് ടു 1/4. ഈ വാല്യൂസ് എങ്ങനെ കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഇക്വേഷനിൽ, അതായത് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ എമ്മിൻ്റെ വാല്യൂ ഡബിൾ ആവാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എമ്മിന് 2 കൊടുക്കാം. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായി? ഡബിളായി അല്ലേ? ഇനി ഇവിടെ നെക്സ്റ്റ് കേസിൽ പറഞ്ഞേക്കണത് വെലോസിറ്റി ട്രിപ്പിളാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വി എന്ന് പറയുന്നത് 3 × 3 ആണ് ആവുന്നത്. അതുകൊണ്ട് അവിടെ 9 ടൈംസ് വരുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് വെലോസിറ്റി ഹാഫ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതായത് 1/2 സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? 1/4 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അത് 1/4 റെഡ്യൂസ് ചെയ്യണത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മോട്ടോർ സൈക്ലിസ്റ്റ് ഈസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ അറ്റ് എ സ്പീഡ് ഓഫ് 10 meters per second. The combined mass of the motorcycle and the passenger is 300 kilogram. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൂടെ 10 m/s സ്പീഡിൽ സഞ്ചരിക്കുന്നു. ആ പാസഞ്ചറിൻ്റെയും മോട്ടോർ സൈക്കിളിൻ്റെയും കൂടി ആകെ വെയിറ്റ് എന്ന് പറയുന്നത് 300 കിലോഗ്രാം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോട്ടോർ സൈക്കിളിൻ്റെയും പാസഞ്ചറിൻ്റെയും കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. കൈനറ്റിക് എനർജി ഞാൻ KE എഴുതിയിട്ടുണ്ട് ഷോർട്ടാക്കിയിട്ട്, ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ എം തന്നിട്ടുണ്ട് 300 കിലോഗ്രാം, വി തന്നിട്ടുണ്ട് 10 m/s. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു 300 × 10 × 10 വി സ്ക്വയർ കേട്ടോ. അപ്പോൾ നമുക്ക് 2ഉം 10ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും. 300 × 5 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 15,000 ജൂൾ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഈസ് ഡബിൾഡ്. ഇനി സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ത് വരുന്നു? ഇവിടെ വെലോസിറ്റി വി എന്ന് പറയുന്നത് 10 ആയിരുന്നു. 10 എന്നുള്ളത് എന്തായി? 20 ആയി ഡബിൾ ആക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു 300 × 20 × 20. അപ്പോൾ നമുക്ക് 2ഉം 20ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് 300 × 10 × 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 60,000 ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എൻ അത്ലറ്റ് ത്രോസ് എ ഷോട്ട് ഓഫ് മാസ് 6 kilogram വിത്ത് സ്പീഡ് 12 m/s. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഷോട്ട്? ഒരു അത്ലറ്റ് ഒരു ഷോട്ട്, അതായത് 6 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് 12 m/s സ്പീഡിൽ എറിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഷോട്ടിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. ഇ കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ, എം ഇസ് ഈക്വൽ ടു 6 kilogram, വി ഇസ് ഈക്വൽ ടു 12 m/s. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 × 6 × 12 × 12
2ഉം 6ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ 432 ജൂൾ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഓഫ് മാസ് 0.5 കിലോഗ്രാം ഈസ് അറ്റ് എ സർട്ടൻ ഹൈറ്റ് എബവ് ദി ഗ്രൗണ്ട്. 0.5 കിലോഗ്രാം മാസുള്ള ഒരു ബോള് ഗ്രൗണ്ടിൽ നിന്നും കുറച്ച് ഹൈറ്റിലിരിക്കുകയാണ്. ഇഫ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോൾ ഈസ് 98 ജൂൾ. ആ ബോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 98 ജൂളാണ്. ഹൗ ഹൈ വിൽ ദ ബോൾ ബി? അപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതാം. എം ഇസ് ഈക്വൽ ടു 0.5 കിലോഗ്രാം, ജി ഇസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇ പി ഇസ് ഈക്വൽ ടു അത് പൊട്ടൻഷ്യൽ എനർജി 98 ജൂള്. ഇക്വേഷൻ എന്താ? ഇ പി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഇതിൽ ഇ പി 98, എം 0.5, ജി 9.8. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ പി ബൈ എം ജി. ഇക്വേഷനിൽ എം ജിയിലൊപ്പം നിൽക്കേണ്ടത് എച്ച് ആണ്. അതുകൊണ്ടാണ് എച്ച് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇ പി ബൈ എം ജി വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് ഇസ് ഈക്വൽ ടു ഇ പിയുടെ പകരം 98 ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.8. അപ്പോൾ നമ്മളോട് എന്ത് ചെയ്യേണ്ടേ? 0.5 ഇൻറ്റു 9.8 ഗുണിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.9. അല്ലെങ്കിൽ നമുക്ക് പോയിൻ്റ് സ്ഥാനമൊന്നും ഇല്ലാണ്ട് 98 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 490 കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനത്തേക്ക് പോയിൻ്റ് ഇടണം. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 4.9 ആയിരിക്കും വരാം. അപ്പോൾ നമ്മളെന്താ 98 ബൈ 4.9 ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 20 മീറ്റർ. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഫ്രീലി? ഇനി ബോളിനെ ഫ്രീ ആയിട്ട് താഴേക്ക് വിടാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോൾ തറയിലെത്തുന്നതിന് മുൻപ് വരെയുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി സ്ക്വയർ വേണം. അപ്പോൾ നമ്മൾ ആദ്യം വി സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. വി സ്ക്വയർ കാണുന്ന ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതായത് ബോൾ ഒരു ഉയരത്തിലിരിക്കുകയാണ് അല്ലേ? അപ്പോൾ 0 വരും. എ എന്ന് പറയുന്നത് 9.8, ജിയുടെ വാല്യൂ തന്നെ എടുക്കുകയാണ് നമ്മൾ. എസ് എന്ന് പറയുന്നത് എച്ച് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 20, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറയുന്നത് 0 പ്ലസ് 2 ഇൻറ്റു 9.8 ഇൻറ്റു 20. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 9.8 ഇൻറ്റു 20 നമ്മൾ ഗുണിക്കുമ്പോൾ 3920 കിട്ടും. ഒരു സ്ഥാനത്തേക്ക് പോയിൻ്റ് ഇടുമ്പോൾ 392 ജൂൾ കിട്ടും വി സ്ക്വയർ. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 0.5 ഇൻറ്റു 392. അതായത് നമ്മൾ വി സ്ക്വയർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 392. 392ൽ 2 196 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് 0.5 ഇൻറ്റു 196 ഗുണിക്കുമ്പോൾ 980 കിട്ടും. ഇവിടെ നമുക്ക് ഒരു സ്ഥാനത്തേക്ക് പോയിൻ്റ് ഇടണം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 98 ജൂൾ. അപ്പോൾ ഈ ഒരു കേസിൽ ആദ്യം ആ ബോളിന് പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു. ആ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ഇതോടുകൂടി പാർട്ട് 3 ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.